അഴിമതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് ഉച്ചയോടെയാകും കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുക. ഇഡി വീണ്ടും കസ്റ്റഡി നീട്ടി നൽകാനുള്ള അപേക്ഷയും നൽകും. അതേസമയം കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഇഡി കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്നാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്നത്. നമുക്ക് അറിയാൻ സാധിക്കുന്നത് വൈകിട്ട് 2 മണിക്ക് ശേഷമായിരിക്കും അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. ഹാജരാക്കുന്ന വേളയിൽ കസ്റ്റഡി കാലാവധി നീട്ടി നൽകാനുള്ള അപേക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് നൽകും. ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെ ഇതുവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർണായക വിവരങ്ങളുടെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയെ അറിയിക്കുന്നുണ്ടാകും. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും കസ്റ്റഡി കാലാവധി നീട്ടി നൽകണം എന്നുള്ള അപേക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുൻപിലേക്ക് വെക്കുക. ഒന്നുകിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകും, അതല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ റിമാൻഡ് ചെയ്യുന്ന നടപടിയിലേക്കായിരിക്കും കോടതി കടക്കുകയെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂട്ടുപ്രതികൾ നൽകിയിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലും ഒപ്പം ഈ അഴിമതിയുടെ ഇടനിലക്കാരിയായിട്ടുള്ള കവിതയെ ഒരുമിച്ചിരുത്തിയും അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തിരുന്നു. അഴിമതി പണം വിനിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെതിരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതിയും പരിഗണിക്കുന്നുണ്ട്. എന്തുകൊണ്ടും നിയമപരമായി ഏറെ നിർണായകമാണ് ഇന്നത്തെ ദിവസം അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും. ഒപ്പം മദ്യനയ അഴിമതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. കൂടുതൽ പേർക്ക് സമൻസ് നൽകിയിട്ടുണ്ട്. ഗോവ ആം ആദ്മി പാർട്ടി പ്രസിഡന്റിനും ഗോവയിലെ ചില ആം ആദ്മി നേതാക്കൾക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. മദ്യനയ അഴിമതിയിലൂടെ കണ്ടെത്തിയ പണം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആം ആദ്മി വിനിയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോവ ആം ആദ്മി പാർട്ടി അധ്യക്ഷനെയും ചില നേതാക്കളെയും ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുന്നത്. ആതിര. ശരി.